ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ? മാർക്കറ്റ് ട്രെൻഡ് മനസ്സിലാക്കാൻ ഗിഫ്റ്റ് നിഫ്റ്റി മാത്രമാണോ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്നാൽ അത് വളരെ വലിയ റിസ്ക് ആണ്. നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് യുഎസിലെ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. നമ്മുടെ RBI പോലെ തന്നെ യുഎസിലുള്ള സെൻട്രൽ ബാങ്ക് അവിടുത്തെ പലിശ നിരക്കിൽ ഉണ്ടാക്കുന്ന വർധനവും കുറവും നമ്മുടെ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെയും വലിയ തോതിൽ സ്വാധീനം ചെലുത്തും. രണ്ടാമത് ADR സ്റ്റോക്ക് എന്നറിയപ്പെടുന്ന കുറച്ച് സ്റ്റോക്കിന്റെ മൂവ്മെന്റ്സ് ആണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻഫോസിസ്, വിപ്രോ, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ ഇന്ത്യൻ കമ്പനീസ് അവിടെയും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ കമ്പനികൾക്ക് ഉണ്ടാകുന്ന ഫോളും അതല്ലെങ്കിൽ റാലിയും നമ്മുടെ മാർക്കറ്റിൽ നെക്സ്റ്റ് ഡേ ഈ കമ്പനീസിൽ അത് റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ADR സ്റ്റോക്ക് വാച്ച് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. മൂന്നാമത് ക്രൂഡ് ഓയിലിന്റെ മൂവ്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ക്രൂഡ് പ്രൈസിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് നമ്മുടെ മാർക്കറ്റിനെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തും. അവസാനമായിട്ട് US ഫ്യൂച്ചർ ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി പോലെ തന്നെ ഓൾമോസ്റ്റ് 24 അവർ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു US ഫ്യൂച്ചറിന്റെ പെർഫോമൻസ് നോക്കിയിട്ടാവണം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പുതിയ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ.